എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചലഞ്ച് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ചലഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുമ്പ് കഴിച്ചിട്ടുള്ള ഫുഡുകളിൽ നമുക്കിങ്ങനെ ഓർക്കുമ്പോൾ തന്നെ ഒന്ന് കഴിക്കാൻ തോന്നുന്ന ഒരുപാട് ഫുഡുകൾ ഉണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെയുള്ള നമ്മുടെ ഓർമ്മകളിലെ ഏതെങ്കിലും കുറച്ച് ഫുഡ് റെസിപ്പീസ് നമ്മൾ ഷെയർ ചെയ്യുക എന്നുള്ളതാണ് ചലഞ്ച്. അപ്പോൾ ഒട്ടും വൈകാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യണേ. ഓർമ്മകളിലെ രുചികൾ എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നത് നമ്മൾ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതാണ്. ഫ്രണ്ട്സ് എല്ലാവരും കൂടെ കൂടിയിട്ടിരുന്ന് ഫുഡ് കഴിക്കില്ലേ. അപ്പോൾ ഞാനിന്ന് അങ്ങനെയുള്ളൊരു ലഞ്ച് ബോക്സിൻ്റെ ഒരു റെസിപ്പിയാണ് ഇവിടെ റെഡിയാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിന് മുമ്പായിട്ട് എനിക്ക് ഈ ഒരു ചലഞ്ച് തന്നത് റിമാമീസ് കിച്ചൺ എന്നുള്ള ചാനലിലെ നുസ്രിനാണ്. അവളുടെ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങളെല്ലാവരും ഒന്ന് കയറി നോക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നമ്മുടെ ലഞ്ച് ബോക്സിലേക്കുള്ള തക്കാളിക്കൂട്ടാൻ ഉണ്ടാക്കാം. തക്കാളിക്കൂട്ടാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അത്രയും ടേസ്റ്റ് ഉള്ള ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ അത് റെഡിയാക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ കടുകിട്ട് പൊട്ടിച്ചു, പിന്നെ കറിവേപ്പില ഇട്ടു. അതിനുശേഷം ഞാനതിലേക്ക് ഏകദേശം 1 ടീസ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. അപ്പോൾ തക്കാളി കൂട്ടാനൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് കേട്ടോ, എന്നാലും ഞാൻ അറിയാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് വിചാരിച്ച് ജസ്റ്റ് ഒന്ന് പറയുകയാണ്. ഞാൻ പിന്നെ അതിലേക്കൊരു 2 പച്ചമുളക് കീറിയതും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഉണ്ടാക്കുന്നിടത്ത് പലയിടത്തും പല രീതിയിലൊക്കെ ആയിരിക്കും ഉണ്ടാക്കുക. ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഇപ്പോൾ പറയുന്നത്. ഇനി നമുക്കതിലേക്ക് തീയൊന്ന് കുറച്ച് വെച്ച ശേഷം ആവശ്യത്തിൻ്റെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ കുരുമുളക് പൊടിയും മുളക് പൊടിയും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമുക്ക് ചേർത്താൽ മതിയാകും. പക്ഷേ കുരുമുളക് പൊടി എന്തായാലും ചേർക്കണം കേട്ടോ, അത് ചേർത്താലായിരിക്കും അതിൻ്റെ നല്ല ടേസ്റ്റ് വരിക. അപ്പോൾ പൊടികളുടെയൊക്കെ പച്ചമണം മാറിയ ശേഷം നമുക്കിനി തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്, അതിന് കംപ്ലീറ്റ് ഞാനിതിലേക്ക് ചേർക്കുന്നുണ്ട്. പിന്നെ ഞാനിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. വലിയ വെള്ളത്തോടെ ഉണ്ടായല്ല, തീരെ വെള്ളം ചേർക്കാണ്ട് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാൻ പിന്നെ ഇതിലേക്ക് ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ സ്കൂളിൽ നിന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാം കൂടെ ഒരാളാവില്ല കൊണ്ടുവരാം, ഓരോരുത്തരും ഓരോ വിഭവങ്ങളൊക്കെ ആയിരിക്കും കൊണ്ടുവരാം. പക്ഷേ നമ്മളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോഴുള്ള ആ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ, എല്ലാവരും സംസാരിച്ചിരുന്ന് കഴിക്കുമ്പോൾ, അത് നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മ തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഒരു ലഞ്ച് ബോക്സിൻ്റെ റെസിപ്പി റെഡിയാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ മിക്സ് ചെയ്തു. ഇനി നമുക്കിതിനെ ഒന്ന് അടച്ച് വെക്കാം. അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടുണ്ട്, എന്നിട്ട് ഞാൻ ഓപ്പൺ ചെയ്യാണ്. ഇപ്പോൾ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട്. തക്കാളി നന്നായിട്ട് വെന്തങ്ങ് ഉടയണം, എന്നാലേ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതാണ് നല്ലത്. കുറച്ച് പച്ച തക്കാളി ആണെങ്കിൽ അത് വേവാനും കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഇതാ നമ്മുടെ തക്കാളി എല്ലാം നല്ല പോലെ തന്നെ ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി വലിയ പണിയൊന്നുമില്ല, നമുക്കിത് ജസ്റ്റ് മിക്സ് ചെയ്ത് കൊടുക്കാനേ ഉള്ളൂ. അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പൊന്ന് നോക്കുക. അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു, ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിലർ ഇതിൻ്റെ ലാസ്റ്റ് മുകളിലൂടെ കുറച്ചുകൂടെ ഒന്ന് പച്ച വെളിച്ചെണ്ണ ഒഴിക്കും. അപ്പോൾ അങ്ങനെ ഒഴിക്കണം എന്നുള്ളവർക്ക് ഒഴിക്കാം, ഞാനിപ്പോൾ അതൊന്നും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള തക്കാളി കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ മാറ്റി വെക്കാം, എന്നിട്ട് നമുക്ക് അടുത്ത സംഭവം ഉണ്ടാക്കാം. അപ്പോൾ അടുത്തത് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പൊരിച്ചതാണ്. എൻ്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഒരുവിധം എല്ലാ കുട്ടികൾക്കും ഇഷ്ടമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നത്, കാരണം നമ്മൾ സ്കൂളിലേക്ക് കൊണ്ടുവരുന്നതിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ കൊണ്ടുവരുന്ന സാധനം കൂടിയാണ്. അപ്പോൾ ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഉരുളക്കിഴങ്ങ് ഇതുപോലെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് തന്നെയാണ് കേട്ടോ കംപ്ലീറ്റ്. അത് 2 ഉരുളക്കിഴങ്ങിന് ഒരു കളർ ചേഞ്ച് ഉണ്ടായിരുന്നു, എന്താണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തിട്ടു, എന്നിട്ട് അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും അതേപോലെ തന്നെ മുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും ചേർക്കാനില്ല. പിന്നെ ഇത് കട്ട് ചെയ്യുന്നത് ചിലർ റൗണ്ടിലായിരിക്കും കട്ട് ചെയ്യുക, അങ്ങനെ പല ഷേപ്പിലൊക്കെ കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. ഞാനെപ്പോഴും ഈ രീതിയിലാണ് കട്ട് ചെയ്യാറ്. കുറച്ച് കൂടുതൽ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ കട്ട് ചെയ്യാണ് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ഒന്നുകൂടെ സുഖമായിട്ടുണ്ടത്. അപ്പോൾ നമുക്കിത് എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഇതിന് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുമ്പോൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മുടെ പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികൾക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. എൻ്റെ മോനൊക്കെ ഇത് ഭയങ്കര ഇഷ്ടമാണ്, ഫ്രഞ്ച് ഫ്രൈ എന്ന് പറഞ്ഞുകൊണ്ട് കഴിക്കും ഇത് ചോറിലേക്കൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ. അപ്പോൾ ഇതും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സിലേക്ക് എന്താ വേണ്ടത്, ജസ്റ്റ് ഒരു ഓംലെറ്റും കൂടെ അടിക്കാം. അപ്പോൾ ഞാനിപ്പോൾ മുട്ട ഇതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല, ജസ്റ്റ് ഉപ്പും കുരുമുളക് പൊടിയും മാത്രമേ ചേർത്തിട്ടുള്ളൂ. അത് മാത്രം ആക്കിയിട്ട് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം നമ്മുടെ മുട്ട. അപ്പോൾ ഞാനിതിന് വേറെ ഫ്രൈ പാനൊന്നും എടുത്തിട്ടില്ല, നേരത്തെ നമ്മൾ പൊട്ടാറ്റോ ഫ്രൈ ചെയ്ത അതേ ഫ്രൈ പാനിൽ അതിൻ്റെ കുറച്ച് എണ്ണ ബാക്കിയുണ്ട്, അതിലേക്ക് തന്നെ ഇതങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി നമ്മുടെ മുട്ടയും കൂടെ പൊരിച്ചെടുത്താൽ നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാം.
ഇപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും ഈ മുട്ട പൊരിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, ഇത് എന്തിനാ ഇങ്ങനെ കാണിക്കുന്നതെന്ന്. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഒരു ചലഞ്ച് വീഡിയോ എന്നുള്ള രീതിയിലാണ് കേട്ടോ ചെയ്യുന്നത്, അല്ലാതെ ഇതിലുള്ള റെസിപ്പീസ് എല്ലാം എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. അപ്പോൾ ഒരു നൊസ്റ്റാൾജിക് ചലഞ്ച് എന്നുള്ള രീതിയിൽ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ മുട്ട പൊരിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ലഞ്ച് ബോക്സ് സെറ്റ് ചെയ്യാം. പിന്നെ ഓർമ്മയിലെ രുചികൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ചക്കക്കൂട്ടാനും അതേപോലെ കപ്പ വെച്ചിട്ടുണ്ടതും ഒക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇപ്പോൾ ഇവിടെ അതൊന്നും കിട്ടാനില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഉള്ള ഒരു നൊസ്റ്റാൾജിക് ആയിട്ടുള്ള സംഭവമാണ് ഞാനിത് പ്രിപ്പയർ ചെയ്തത് കേട്ടോ. അപ്പോൾ ഞാൻ ചോറിട്ടു. ഇനി ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെയാണ് ഞാൻ ഇതൊക്കെ ഇടുന്നത് കേട്ടോ. ഇപ്പോൾ എൻ്റെ കയ്യിലിപ്പോൾ ഉള്ളത് ഈ ഒരു ലഞ്ച് ബോക്സാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ശരിക്കും സ്കൂളിലേക്ക് കൊണ്ടുപോകുമ്പോൾ നമ്മുടെ സ്റ്റീലിൻ്റെ വേറെ കൂട്ടാൻ വെക്കാൻ വേറെ പാത്രമൊക്കെ ഉണ്ടാവില്ലേ, എൻ്റെ കയ്യിൽ ഇപ്പോൾ അതൊന്നുമില്ല. അപ്പോൾ ഉള്ളത് വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ നിങ്ങളുടെ ഓർമ്മയിലെ രുചിക്കൂട്ടുകൾ എന്തൊക്കെയാണെന്ന് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ റംസാനിന് എല്ലാ ദിവസവും ഇൻഷാ അല്ലാ എല്ലാ ദിവസവും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും മറക്കാതെ കാണാം. അപ്പോൾ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ആ ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാം. എന്നാലേ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണാനും സാധിക്കും. അപ്പോൾ ഇത്രയും നമ്മുടെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ അങ്ങോട്ട് കഴിച്ചാൽ മതി. അപ്പോൾ ഇൻഷാ അല്ലാ മറ്റൊരു നല്ല വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.